സ്നോറിങ് അല്ലെങ്കിൽ കൂർക്കമ്പലി നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ പാർട്ണർക്ക് അതൊരു പ്രശ്നമായിരിക്കും. എന്തുകൊണ്ടാണ് ഈ കൂർക്കമ്പലി ഉണ്ടാകുന്നത്? കൂർക്കമ്പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡീപ്പ് സ്ലീപ്പിലായി കഴിയുമ്പോൾ നമ്മുടെ എയർവേ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്തുന്നു, നമ്മൾ വയടതിൽ കൂടെ പോയി ലങ്സിലേക്ക് എത്തുന്നു. അപ്പോൾ നമ്മുടെ പോസിറ്റീവ് ഫെറഞ്ചൽ വാൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള നമ്മുടെ കഴുത്തിന്റെ അവിടെയുള്ള എയർവേ സ്പേസ് കുറവ് വരുന്നതുകൊണ്ടാണ് നമുക്ക് സ്നോറിങ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സ്നോർ ചെയ്യുന്നു, കൂർക്കം വലിക്കുന്നു. അപ്പോൾ അതിനുള്ള മെയിൻ കാരണം നമ്മുടെ ലോവർ ജോ, ഈ ലോവർ ജോയിലാണ് നാവിന്റെയൊക്കെ മസിൽസ് അറ്റാച്ച് ചെയ്താക്കുന്നത്. അപ്പോൾ ഈ ലോവർ ജോ പുറകോട്ടാണെങ്കിൽ നമ്മുടെ എയർവേ സ്പേസ് കുറയും. അതല്ലെങ്കിൽ നമ്മുടെ ഈ മാക്സില, നമ്മുടെ മേൽത്താടിയിലിന്റെയൊക്കെ മൂക്കിന്റെ താഴെയുള്ള സൈസസ് കുറവാണെങ്കിൽ സ്പേസ് കുറയും. അതല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ, ഇപ്പോൾ നമുക്ക് മൂക്കിന് ചിലപ്പോൾ ദശവളർച്ച അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം നമ്മൾ ശ്വാസം എടുക്കുന്ന പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ ഈ കൂർക്കമ്പലി ഉണ്ടാവും. 90% വരുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവേ സ്പേസ് കുറവാനുള്ള കാരണം നമ്മുടെ ഈ ലോവർ ജോയൊക്കെ പ്രശ്നങ്ങൾ കണ്ട കാരണമാണ്. അതിന് നമുക്കിപ്പോൾ അത് സിൻഡ്രോം ഒക്കെ, അതായത് OSA ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ സിൻഡ്രോം ഒക്കെ ആവാത്ത കേസുകളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോവർ ജോ മുന്നോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ, അതിനുള്ള അപ്ലൈസസ് ഒക്കെ വഴി ആ ലോവർ ജോനെ മുന്നോട്ട് ആക്കി കഴിഞ്ഞാൽ ഈ സ്നോറിങ്ങിന് നമുക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും.